ഇതുപോലെ ആക്സിഡന്റ് ആയപ്പോഴല്ലേ ഇവന്റെ ബോധം പോയത്. അതായിരുന്നല്ലോ എല്ലാത്തിന്റെ തുടക്കം. അമ്മയോട് ഞാൻ പറഞ്ഞുണ്ടായിരിക്കാൻ. കഴിഞ്ഞത് കഴിഞ്ഞു, വെറുതെ അതൊന്നും ഓർമ്മിപ്പിക്കണ്ടെന്ന് സ്വാമിച്ചാൻ പറഞ്ഞല്ലേ. ജാനകി, നീ അവനെ ഇങ്ങ് ബാക്കിലാക്ക്. സീറ്റില് അവൻ ഇനി എന്റെ മടി തലവെച്ച് കിടക്കട്ടെ. നീ ഫ്രണ്ടിലിരുന്നു. അമ്മേ. സിധു വാ. എനിക്കൊന്നുമില്ല കേട്ടോ മുത്തശ്ശി. പെട്ടെന്ന് എന്തൊരു മിന്നായം പോലെ. കുറച്ച് കഴിഞ്ഞിട്ട് പുറപ്പെട്ടാ മതി കേട്ടോ. നീ കുറച്ചു നേരം അനങ്ങാതെ കിടക്ക. അവൻ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാതിരുന്നാ മതി. മുന്നിൽ ആ വണ്ടി കണ്ടപ്പോ ശരിക്കും പേടിച്ചുപോയി. നമുക്ക് തിരിച്ചു പോയാലോ? ഒന്നുമില്ലെന്നേ, കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങ് മാറും. മാറുന്നേ. ഭദ്രന്റെ കടം വീട്ടിയാലും അടങ്ങിയിരിക്കുന്നു മുത്തശ്ശന് തോന്നുന്നുണ്ടോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇനിയും വരും, ശല്യപ്പെടുത്തും. ആ തള്ളയും വരും. അതെ, വീട് ആ സ്വർണ്ണമ്മയ്ക്ക് വിട്ടുകൊടുത്ത ഞാനും എന്റെ മക്കളും എവിടേക്ക് പോവും? അതിനൊരു വഴി കണ്ടെത്തിയിട്ട് മതി വീടും കടവും ഒക്കെ വിട്ടുകൊടുക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇത് പോലീസ് സ്റ്റേഷന്. ഉള്ളത് നിനക്കും മോഹനും ഒരുപോലെ വീതിച്ചു തന്നത്. എല്ലാം വിറ്റു തെളിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നോ? അതൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു. നോട്ടം കണ്ടില്ലേ? ഇപ്പൊ തിന്നുന്ന വട്ടം. അതൊക്കെ അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. മുളക് പൊടി പ്രയോഗമൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ മറക്കത്തില്ല. അതെ, SI മേഡം അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാരും കൂടി വേണ്ട, നിങ്ങൾ രണ്ടാണുങ്ങളും ഈ കൊച്ചും കൂടി കയറിയാൽ മതി. ഇല്ല ഇല്ല, ഞാൻ വരുന്നുണ്ട്. ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കും. എന്നാ വാ. ഇവിടെ ഒരു ഒപ്പിട്. ലോക്കപ്പിന്നെ അവനെ കൂടി വിളിപ്പിക്കും. ജാമ്യ പേപ്പറിൽ അവനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ദേവികെ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പണം പലിശയായി അവർക്ക് കൊടുത്തു. ഇനി വീട് വിറ്റ് പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളപ്പലിശക്കാർക്കെതിരെ നിയമമൊന്നും വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതല്ല സാറേ, ഒരാവശ്യത്തിന് ഞങ്ങളെ സഹായിച്ചതാ. വീട് പണിക്കും പിന്നെ ഇവരുടെ അമ്മയ്ക്കുള്ള ബസ്സയ്ക്കുള്ള പണവും ഇവരാ തന്നത്. ഇനി അത് കൊടുക്കാതിരിക്കുന്ന മര്യാദകളല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായ സ്ഥിതിക്ക് എനിക്ക് എന്റെ മോനെ വിട്ടു തരണം. അവൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മിണ്ടി പോകരുത്. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നിങ്ങളെ പിടിച്ച് അകത്തിടേണ്ടതാ. ഭദ്രന്റെ കാര്യം അത് നിങ്ങൾ മറന്നേക്ക്. അടുത്ത കാലത്തൊന്നും അവൻ പുറത്തിറങ്ങില്ല. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. മോളെ ദേവിയെ,
എന്റെ മോനെ ഒന്ന് വിട്ടുതരാൻ നീ തന്നെ പറയണം. നീ പറഞ്ഞ മാത്രമേ എസ് ഐ മേഡം കേൾക്കത്തുള്ളൂ. ഇല്ല, അത് നടക്കില്ല. എന്നോട് കാണിച്ചൊക്കെ മറന്ന് ഞാൻ അയാളോട് ക്ഷമിച്ച അയാൾ നന്നാവുന്ന് സ്വർണ്ണമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എത്ര തവണ ഞാൻ കെഞ്ചി പറഞ്ഞതാ എനിക്കയാളെ ഇഷ്ടമല്ലെന്ന്. ബലമായി പിടിച്ചോണ്ട് പോവാൻ ഞാൻ ആടും മാടുമൊന്നുമല്ല, ആത്മാഭിമാനമുള്ളൊരു പെണ്ണ. ഒന്നുമില്ലേലും ഞാനൊരു അധ്യാപികയല്ലേ. എന്റെ കുട്ടികളുടെ മുന്നിലെങ്കിലും ഞാൻ മാതൃകയാവണ്ടേ? വാങ്ങിച്ച പണം പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. അതിന്റെ പേരിലല്ല, ഇനി എന്തിന്റെ പേരിലായാലും ഇനി നിങ്ങളോ നിങ്ങളുടെ മോനോ എന്റെ പിന്നാലെ വന്നേക്കരുത്. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. അതൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ. തൽക്കാലം നിങ്ങൾ പോയിക്കോ. ആ ചേച്ചി നീ വന്നേ. മുത്തശ്ശ മോളെ, അനീഷേട്ടാ പോവാം. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ ദേവികേ, മോളെ. അമ്മ ഗോപികെ, നീ റിയൽ എസ്റ്റേറ്റ് കമ്പനിയല്ലേ ജോലി ചെയ്യുന്നത്? നിനക്കൊരു നല്ല പാർട്ടി കണ്ടുപിടിച്ചുകൂടെ ഈ വീട് വാങ്ങിക്കാനായിട്ട്? ഞാൻ സാറിനോട് ചോദിച്ചു നോക്കാം മുത്തശ്ശ. നീ ഒറ്റയ്ക്ക് പോണ്ട മോളെ, ഞാനും വരാം. എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. ഞാനിത് പെട്ടെന്ന് തീർത്തിട്ട് വരാം. ആ ശരി ചേച്ചി, ഞങ്ങൾ അപ്പോഴേക്കും അറേഞ്ച് ചെയ്തേക്കാം. ആ ഇവര് വീട് വിൽക്കാൻ പോവാ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ? തൽക്കാലം ആ ഭാർഗവിയമ്മയുടെ ബംഗ്ലാവിലേക്ക് പോവാം. ഋഷിയുടെ വീട്ടിലേക്കോ? അതെ. ആരെങ്ങനെയൊക്കെ തുലഞ്ഞാലും എനിക്ക് നിന്റെ ജീവിതം ഒരു നല്ല നിലയിലെത്തിക്കണ്ടേ? വേണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. നല്ലോണം ഒട്ടിക്കോണം അവരോട്. അത് ഞാൻ ഏറ്റു. ആരുമില്ലേ മോനെ? ഋഷി ആരും ഇല്ലാന്ന് തോന്നമ്മേ. വാ, കേറി നോക്കാം. മോളെ, നീ വന്നോ? നീ കാരണോ ഞാൻ കുടി തുടങ്ങിയത്. വല്ലപ്പോഴും പാർട്ടിക്ക് കുടിക്കുമെന്നല്ലാതെ ഞാൻ മുഴുകുടികളൊന്നും അല്ലായിരുന്നു. ഗോപിയെ വാ, ഇവിടെ വന്നിരിക്കെ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കണ്ടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഗോപിയെ. ഞാൻ പോന്നു. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. നീ വാ മോനെ. ഋഷി, ഇത് ഞാനാ, നിന്റെ സുലോചന ആന്റി. ഇത് ഗോപികയല്ല, അഞ്ജിതയാ, എന്റെ മോള്. എന്തിനാ മോനെ നീ ഇങ്ങനെ കുടിക്കുന്നത്? അവള് പോണെങ്കി പോട്ടെ. അവളെ ഓർത്ത് എന്റെ മോൻ എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? ഓ, നിങ്ങളോ? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ?
ആരാ നിങ്ങളെ അകത്തോട്ട് വിട്ടത്? അയ്യോ, ഞങ്ങള് ഭാർഗവിയമ്മയെ കാണാനാ വന്നത്. അന്ന് ഭാർഗവിയമ്മ പറഞ്ഞതാ ഇങ്ങോട്ട് വരണോന്ന്. മുത്തശ്ശി എവിടെ പോയതാ? ഉടനെ വരുവോ? മുത്തശ്ശിയോ? മുത്തശ്ശി അമ്മയും അച്ഛനും എല്ലാരും പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, കൂട്ടിന് ഇവനും. ഒരു കമ്പനി തരാൻ പോലും ഇവിടെ ആരുമില്ല. അതിനെന്താ, ഋഷിയേട്ടന് ഞാൻ കമ്പനി തരാം. എനിക്ക് മദ്യപിക്കുന്നവരോട് ദേഷ്യമൊന്നുമില്ല. അല്ല, അപ്പോ ഋഷിയേട്ടന് ആഹാരമൊക്കെ ആര് വെച്ച് തരും? ആഹാരം? എനിക്കെന്തിനാ ആഹാരം? ഇവൻ മതി. തിന്നാനും കുടിക്കാനും ഒക്കെ ഇവൻ മതി. അവള്, ആ ഗോപിക, അവളെന്നെ പറ്റിച്ചു. ഋഷിയേട്ടന് മാത്രമല്ല, ഋഷിയേട്ടനെ കാണും മുമ്പ് രവിസാറായിരുന്നു. അതിനു മുമ്പ് അവള് ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ MD. പിന്നെ പഠിക്കുന്ന കോളേജിൽ ഒരു സാറ്. ആ സാറുമായിട്ട് അവള് കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കന്യാകുമാരിയിൽ വെച്ച് അവര് താമസിച്ചിരുന്ന ഹോട്ടലില് വഴക്കോ പ്രശ്നോ എന്തോ ഉണ്ടായി. അതൊക്കെ ഈ നാട്ടില് പാട്ടാ. അനാവശ്യം പറയരുത്. ഗോപിക പാവാ, നല്ലവളാ. ആ, നല്ലവള്. കാശുകാരുടെയൊക്കെ മുന്നിൽ അവള് നല്ലവളാ. ഒരു പാവം. അങ്ങനെ അഭിനയിച്ച ഓരോരുത്തരെ അവള് കറക്കിയെടുക്കുന്നത്. ഋഷിമോന്റെ മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ പേര് കേട്ട കുടുംബക്കാരല്ലേ. പൊന്നാരൻ തോട്ടത്ത് കുടുംബക്കാരെന്ന് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നറിയോ? വലിയ ബിസിനസ് ഫാമിലി അല്ലേ. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാല് ഗോപിക വെറുതെ വിടുവോ? അവളുടെ അമ്മ ഇപ്പൊ എവിടാന്നറിയോ? ദുബായിൽ ഏതോ അറബിയുടെ കൂടെ താമസം. ചീത്ത കൂട്ടങ്ങളാ മോനെ. ഏയ്, നമുക്കൊന്നും പറ്റിയ ആൾക്കാരല്ല. നിങ്ങളെ ഇവിടെ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഓ, എനിക്ക് ആരും ഒന്നും ഉണ്ടാക്കി തരണ്ട. ഗോപിയെ പറ്റി വേണ്ടാത്തത് പറഞ്ഞോണ്ടല്ലോ. ഗോപിക പാവ. എനിക്ക് ആരും വേണ്ട. എല്ലാരും ഓ, എനിക്ക് ആരെയും കാണണ്ട. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? വാ മോളെ, വാ. മോളെ നോക്ക്, ഇത് കണ്ടോ? ഇത് മതി. ഒന്ന് എഡിറ്റ് ചെയ്ത് മതിയൊക്കെ ഒന്ന് ഒഴിവാക്കിയ സൂപ്പർ ഡ്യൂപ്പർ റൊമാൻറ്റിക് ഫോട്ടോസ് അല്ലേ? ഈ ഐഡിയ അപ്പൊ തോന്നിയതിന് അമ്മ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
പേടിപ്പിച്ച് കളഞ്ഞല്ലോ പിള്ളേരെ. ഇതൊക്കെ കണ്ട് പേടിച്ചാലോ? ഞങ്ങളുടെ കുട്ടിയേട്ടനെ സ്വീകരിക്കണ്ടേ? കഴിഞ്ഞ 3 വർഷമായി എന്റെ കുട്ടേട്ടനെ ഇതുപോലൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ഏട്ടന്റെ അസുഖം മാറിയത്. അസുഖോ? ആർക്കസുഖം? എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? പറയാമേ. അസുഖം നിനക്കാടി കുറുമ്പി, തല്ലുകൊള്ളാത്തന്റെ സുഖേട്. അല്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്ന സമയത്ത് നീയും അഭിയൊക്കെ ഈ വീടെടുത്ത് തിരിച്ചിട്ടാണോന്ന് അറിയാം. എത്ര ദിവസമായി നീ പുസ്തകം തുറന്നു നോക്കിയിട്ട്? പുസ്തകത്തിന്റെ കാലമൊക്കെ പോയില്ലേ എന്റെ ഡാഡിക്കുട്ട. ആ, കംപ്ലീറ്റ് ഓൺലൈനും കമ്പ്യൂട്ടറും ഒക്കെ അല്ലേ. ഓഹോ, അതിനല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ. അതിനകത്ത് തല പൊഴുത്തി കിടക്കല്ലായിരുന്നോ? ആ പറഞ്ഞ പോയിന്റ്. വല്ലച്ചൻ പറഞ്ഞ ശരിയാ. നിങ്ങൾ പോയ പിന്നെ ഇവള് പുസ്തകം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫുൾ ടൈം ഫ്രണ്ട്സും അടങ്ങ് കറക്കുക. കളിയും ചിരിയും തമാശയൊക്കെ മതി. സിദ്ധുമോൻ ആകെ ടയർഡായിട്ടാ വന്നിരിക്കുന്നത്. സ്മൃതി, അധികം അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സിദ്ധുമോനെ, നീ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. ഹേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല അച്ഛാ. റെസ്റ്റ് കൊടുക്കണ്ട. ഞാനേ ഇവളായിട്ട് പഴയ പോലെ ഒന്ന് ഗുസ്തി എടുക്കട്ടെ. ഓ, ഹൈഡ് ആൻഡ് സീക്ക്. അതോ കണ്ണുകെട്ടി കളിക്കണോ? ഏതാ ഇപ്പൊ ഫേവറേറ്റ്? എന്തായാലും മിക്കി മൗസ് കളിക്കാൻ ഞാനില്ല. ഇവളെന്തൊക്കെ പറയണേ? ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടന്ന് നിന്റെ തലയിലെ ബുദ്ധിയൊക്കെ പോയാ? എടി, നിനക്കിപ്പോ 20 വയസ്സായില്ലേ? എന്ന് പറഞ്ഞാ കെട്ടിക്കാനുള്ള പ്രായമായി അർത്ഥം. ആ, 20ഓ? എനിക്ക് 23 കഴിഞ്ഞു. പിന്നെ നമ്മള് കോവളത്തെ ഹോട്ടലില് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കുറച്ചു ദിവസമല്ലേ ആയിട്ടുള്ളൂ. പാസ് 3 ഇയേഴ്സേ ഏട്ടൻ എന്റെ കുഞ്ഞനിയനായിരുന്നു. അതൊക്കെ മറന്നു അല്ലേ? 3 വർഷോ? അപ്പൊ ഞാൻ 3 വർഷമായിട്ട് അസുഖമായിട്ട് കിടക്കായിരുന്നു. കൊള്ളാം. കിടക്കാനോ? ഒന്നിരുന്നിട്ട് പോലുമില്ല. ചാട്ടോ ഓട്ടോ അല്ലായിരുന്നു. എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അഭിയേട്ടന്റെ മാത്രമല്ല, എന്റെയും കുഞ്ഞിക്കുട്ടനല്ലായിരുന്നോ? സ്റ്റോപ്പ് ഇറ്റ്. വന്ന ഉടനെ ഞാൻ പറഞ്ഞല്ലേ അവനാകെ ടയേർഡാണെന്ന്. വെറുതെ കഴിഞ്ഞ കാര്യം പറഞ്ഞ് അവനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. എന്ത് ടെൻഷൻ? എന്റെ കുട്ടന് കുട്ടിക്കാലമായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും കൊതിക്കുന്നതല്ലേ എപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ. ശരിക്കും എന്റെ മോൻ ഹാപ്പി ആയിരുന്നു അല്ലേടാ? ഇനി ഓരോന്ന് പറഞ്ഞ അവനെ ബുദ്ധിമുട്ടിക്കണ്ട. ജാനകി, അവനെ മുറിയിലേക്ക് കൊണ്ടുപോകും. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ഏട്ടനെ. എന്നാ ഞാനും വരുന്നു. വഴിയിൽ വെച്ച് ആ വണ്ടി നേരെ വന്നപ്പോ കണ്ടില്ല അവൻ പെട്ടെന്ന് അപ്സെറ്റ് ആയത്. അന്നത്തെ ആക്സിഡന്റ് അവൻ ഓർത്തെടുത്താ കണ്ടില്ലേ. സോമേശനെ ഒന്ന് വിളിക്കണം. ഏയ്, ഒന്നുമില്ല, ഒന്നും വരില്ല. മഹേട്ടന്റെ അശ്രദ്ധ കൊണ്ടല്ലേ. പക്ഷേ അന്നേരം ശരിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായെങ്കിലോ? ആ, സ്വാമിയച്ചൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സില്. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇതെന്താ അത്? ഞാനിവിടെ ഇല്ലാത്തപ്പോ ഏത് കുട്ടികളാണ് റൂം യൂസ് ചെയ്തേ? ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. മനസ്സിലായില്ല അല്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ മുൻപത്തെ കാര്യങ്ങള്. എനിക്കതൊന്നും ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് തന്നെയാ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ലടാ. സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. ഏട്ടനിപ്പോ പഴയ പോലെ സ്മാർട്ടായില്ലേ. കാളീദേവിയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം എന്റെ കുഞ്ഞിനൊന്നും വരില്ല. തിരിച്ചുപോയി ഒന്ന് തൊഴാൻ പറ്റിയില്ല, അതാ ഇപ്പൊ സങ്കടം. മഹേട്ടാ, ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. പെട്ടെന്നെങ്കിൽ പോന്നോണ്ട് അവന്റെ മുറി ഒന്ന് റെഡിയാക്കി ഇടാൻ പറ്റിയില്ല.
ആ മുറി മുഴുവൻ അവന്റെ ടോയ്സ് അല്ലേ? അത് കണ്ടാ ചിലപ്പോ ജനകി വേഗം ചെല്ല്. ചെന്നാ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞോട്ട്. അവരിനെ അവനെ പഴയതുമല്ലോ ഓർപ്പിച്ചല്ലോ. ഇതൊക്കെ ഇവിടുന്ന് മാറ്റി ഇപ്പൊ ഞങ്ങൾ ഏട്ടന്റെ പഴയ റൂമാക്കി തരാം. എന്താ അതുപോരെ? എന്താ മോനെ ഇവര് നിന്നെ വീണ്ടും കളിയാക്കിയോ? എടി സ്മൃതി, നീ താഴെ ചെല്ല്. അബി, നീ ചെല്ല്. ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഈ മുറി ഏട്ടന്റെ പഴയ റൂമാക്കി മേക്ക് ഓവർ ചെയ്യാൻ പോവാ. അബിയേട്ടാ, നമുക്കൊരു കൈ നോക്കിയാലോ? സത്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചാണോ? എന്റെ ടോയ്സ് ആണോ ഇതെല്ലാം? ഇവളും അഭിയൊക്കെ പറയുന്ന പോലെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചോ?